കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 41. രചന ശാലിനി ഇ. എന്നാലും അവൾ എന്തിനായിരിക്കും കുഞ്ഞോളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? നദി ഇറങ്ങിപ്പോയത് മുതൽ അതുതന്നെയായിരുന്നു കാർത്തിയുടെ ചിന്ത. പാവം, കല്യാണാലോചന എന്ന് പറഞ്ഞപ്പോൾ ഓടിവന്ന് എന്നോട് പറയാൻ തോന്നിയല്ലോ. അല്ലെങ്കിൽ ഇത് താൻ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ബദ്രി പറയണം, അല്ലെങ്കിൽ ചിലങ്ക. സിദ്ധാർത്ഥ് തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്നറിയാൻ എന്താണൊരു വഴി? കാർത്തി തലപുകച്ച് ആലോചിക്കുമ്പോഴാണ് അവൻ്റെ മൊബൈൽ ശബ്ദിക്കുന്നത്. ചില്ലൂസ് കോളിംഗ്. പറയടി. ഓ, വലിയ ഗൗരവത്തിലാണല്ലോ. എന്തു പറ്റി മാഷേ? ഞാൻ ഗൗരവത്തിൽ ഒക്കെ ഇരുന്നെന്ന് വരും. അതിനിപ്പോൾ നിനക്കെന്താ? ഓ, ജാട. പിന്നെ ജാടയും കൈപ്പിടിച്ച് അവിടെ ഇരുന്നോ? ഞാൻ പോവാ. ഒരു നല്ല കാര്യം പറയാൻ വന്ന എന്നെ പിടിച്ചു തല്ലാൻ ആളില്ലാണ്ട്. നിന്റെ നല്ല കാര്യം അവിടെ നിൽക്കട്ടെ, ഞാനൊരു നല്ല കാര്യം അങ്ങോട്ട് ചോദിക്കാം. അതെന്ത് നല്ല കാര്യം? നീ എന്തോന്നടി കോപ്പേ എൻ്റെ കുഞ്ഞോളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ദേഷ്യത്തിൽ അവൻ്റെ ശബ്ദമുയർന്നു. ഞാനെന്ത് പറഞ്ഞു? കാർത്തിയേട്ടൻ തെളിച്ചു പറ. അവൾ വന്നു കയറിയ ഉടനെ എനിക്കിട്ട് പാര വെച്ച് തുടങ്ങിയോ? ശരിയാക്കും ഞാൻ. അവൾ കാര്യമറിയാതെ ഓരോന്ന് വിളിച്ചു കൂവി. നീ നദിയോട് പറഞ്ഞിരുന്നോ ഞാനും നീയും പ്രണയത്തിലാണെന്ന്? അപ്പുറത്തൊരു നിമിഷം നാവിന് വിലങ്ങി വീണു. ചില്ലു, നിനക്കൊന്നും പറയാനില്ലേ? കാർത്തിയേട്ടാ, അത് ഞാൻ ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എറിഞ്ഞതല്ലേ, മനസ്സിലായില്ല? അതുണ്ടല്ലോ, നദിക്ക് അറിയില്ലല്ലോ കാർത്തിയേട്ടൻ അവളുടെ സ്വന്തം ഏട്ടനാണെന്ന്. അറിയില്ല അതിന്? അപ്പോൾ എങ്ങാനും അവൾക്ക് കാർത്തിയേട്ടനോട് പ്രണയം തോന്നിയാലോ? അത് വലിയ ട്രാജഡിയായി മാറില്ലേ? പരസ്പരം കരയേണ്ട അവസ്ഥ വരില്ലേ? എല്ലാവരിലും അത് വിഷമമുണ്ടാക്കില്ലേ? ഇതിപ്പോൾ അവളുടെ മനസ്സിൽ കാർത്തിയേട്ടൻ എന്നെ പ്രണയിക്കുന്നവനാണ്. അതുകൊണ്ട് അവളുടെ മനസ്സിൽ അങ്ങനെയൊരു വികാരം വരില്ലല്ലോ. അതാണ് ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുന്നേ എന്ന് പറഞ്ഞതല്ലേ. നിന്നെ സമ്മതിച്ചു. അല്ലാതെ പിന്നെ സ്വന്തം ഏട്ടനെ പ്രണയിക്കാൻ എനിക്കെന്താ അൽഷിമേഷ്യസ് വന്നിട്ടുണ്ടോ? അവൾ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ തൂക്കാൻ വന്നിരിക്കുക. ഞാനങ്ങോട്ട് വരട്ടെ, ശരിയാക്കി തരുന്നുണ്ട്. അവളുടെ ദേഷ്യം കണ്ട് കാർത്തി ചിരിച്ചുപോയി. നീ എന്തോ കാര്യം പറയാൻ വന്നതാണെന്നല്ലേ പറഞ്ഞേ? അതെന്തായിരുന്നടി? മനസ്സില്ല പറയാൻ. ഏട്ടൻ്റെ ചില്ലുക്കുട്ടിയല്ലേ, പറയടി. അപ്പുറം നിശബ്ദം. ഏട്ടൻ്റെ പൊന്നല്ലേ? പൊന്നല്ല, മുക്ക. എന്നാലും ഇന്നലെ വന്ന അവൾ പറഞ്ഞത് കേട്ട് എന്നെ ഏട്ടൻ സംശയിച്ചില്ലേ? ഞാൻ മിണ്ടില്ല. സോറി സോറി സോറി. ഈ പിണക്കം മാറാൻ ഏട്ടൻ എന്ത് ചെയ്യണമെന്ന് പറ. നടാശയിലെ ഫുഡ്? അത് കേട്ടതും അവൻ ഉറക്കെ ചിരിച്ചുപോയി. ഇങ്ങനെയൊരു തീറ്റഭ്രാന്തി. എക്സാം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വാ, നിനക്ക് എന്താണെങ്കിലും വാങ്ങി തരും ഞാൻ. അപ്പുറത്ത് ചെറിയ ശബ്ദത്തിൽ ചിരിക്കുന്നത് കേട്ടത് അവന് സമാധാനമായി. ഇനി ഏട്ടൻ്റെ കുട്ടി പറ, എന്ത് പറയാനാ ഏട്ടനെ വിളിച്ചത്? അതുണ്ടല്ലോ, എൻ്റെ മൊബൈൽ കാർത്തിയേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഒരുത്തി ഭയങ്കര ക്രഷ് അടിച്ചിരിക്കുക. സുന്ദരിയാണോടി? ആണെന്നോ? കാർത്തിയേട്ടൻ കണ്ടാൽ ആ നിമിഷം വീഴും. ആണോ? എങ്കിൽ വിടണ്ട, നമുക്ക് നോക്കാം. അവനൊരു ചെറു ചിരിയോടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിനക്കൊന്ന് കല്യാണം ആലോചിക്കാമെന്ന് വിചാരിച്ചു. എന്താ നിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഒന്നേ ഉള്ളൂ. സൗന്ദര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, സമ്പത്തുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. അമ്പടി കേമി. അഴകിട്ട് വെച്ചാൽ ചോറാവില്ല, അരിയിട്ട് വെച്ചാലേ ചോറാകൂ എന്നൊരു ചൊല്ല് എൻ്റെ ഏട്ടൻ കേട്ടിട്ടില്ലേ? ഇപ്പോൾ കേട്ടു. നന്നായി, ഇപ്പോഴെങ്കിലും കേട്ടല്ലോ. പിന്നെ ഞാൻ വയ്ക്കുക. നദിക്കുള്ളത് ഞാൻ അവിടെ വന്നിട്ട് കൊടുക്കാം. ഞാനില്ലാത്ത നേരം നോക്കി അവൾ വല്ലാണ്ട് കേമിയാകുന്നുണ്ടല്ലേ? മറുപടിക്ക് കാത്തു നിൽക്കാതെ അപ്പുറത്ത് ഫോൺ വെച്ചതും കാർത്തിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കഥയില്ലാത്തവളാണ് അതിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഒരു സിദ്ധാർത്ഥിനെയും
ഞാൻ അനുവദിക്കില്ല. വരട്ടെ, അന്വേഷണം മുറുകട്ടെ. ഒളിഞ്ഞിരിക്കുന്നവൻ പുറത്തു വരും. നേരായ വഴിക്കുള്ളതല്ല ഈ ആലോചനയെങ്കിൽ കളിക്കുന്നത് ആരായാലും കാർത്തിക് മഹാദേവൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കും ഞാൻ. എന്തായാലും ഫിലിപ്പിനെ വിളിച്ച് സിദ്ധാർത്ഥിനെ കുറിച്ചൊരു സൂചന കൊടുക്കാം. എപ്പോഴും അവൻ്റെ മേൽ ഒരു കണ്ണുണ്ടാവട്ടെ. ഫിലിപ്പിൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ടവൻ ഫോൺ ചെവിയിലേക്ക് ചേർത്തു. യമുന സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്ക് വരുമ്പോഴാണ് കാർത്തിയുടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന നദിയെ കാണുന്നത്. കലിതുള്ളിയാണ് അവൾ സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്ക് ഇടിച്ചു കയറി ചെന്നത്. ഒന്നിനെ കൊണ്ടുള്ള ശല്യം തീർക്കാൻ നോക്കുമ്പോൾ ദേ വേറൊരു കുരിശ്. ഇവർക്കൊക്കെ എന്താ കാർത്തിക് മഹാദേവൻ്റെ നേർക്ക് മാത്രം കണ്ണ്? വല്ലാണ്ട് ദേഷ്യം കയറിയാൽ ഞാനെന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. കലിതുള്ളിയ കോമരം കണക്ക് പാഞ്ഞു വരുന്നവളെ കണ്ട് സിദ്ധാർത്ഥ് കണ്ണു വീഴ്ച്ചു. എന്താടി ഒറ്റയ്ക്ക് പിറുപിറുത്തോണ്ട് വരുന്നത്? അല്ല, കാർത്തിക് സാറിൻ്റെ റൂമിലേക്ക് സിദ്ധുവേട്ടനും പ്രതാപ്ജിയും അല്ലാതെ മറ്റാർക്കും കയറി ചെല്ലാൻ പാടില്ലെന്നല്ലേ ഓർഡർ? പിന്നെന്തിനാ അവൾ കയറി ചെന്നത്? അവൾക്കതൊന്നും ബാധകമല്ലേ? സിദ്ധുവിൻ്റെ മുന്നിൽ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ യമുന അടിമുടി കോപം കൊണ്ട് വിറച്ചിരുന്നു. ആര് കാർത്തിക്കിൻ്റെ റൂമിൽ കയറിയെന്നാണ് നീ പറയുന്നത്? എന്നോടെന്തെങ്കിലും പറയുകയാണെങ്കിൽ തെളിച്ചു പറയണം. അതിന് പറ്റില്ലെങ്കിൽ പറയണ്ട. സിദ്ധാർത്ഥിന് നന്നായി ദേഷ്യം വന്നു. അവളില്ലേ ഇപ്പോൾ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പൂതന, മിസ് കേരള പട്ടം കിട്ടിയ പോലെ നടക്കുന്ന സൗന്ദര്യറാണി? ആര്? നദിയോ? ആ നദി തന്നെ. ലോകത്ത് വേറെ പേരൊന്നുമില്ലാത്ത പോലെ നദിയാണത്രേ. അവൾ ചുണ്ടുകൾ പുച്ഛത്തിൽ ഒരു വശത്തേക്ക് കൂട്ടി. അവളുടെ ഭാവാഭിനയം കണ്ട് സിദ്ധാർത്ഥ് ചിരിച്ചുപോയി. യമുനയും ഒരു നദിയാണ്, ശരിയല്ലേ? ഞാനങ്ങനെ സ്കൂളിൽ പഠിച്ചതായ ഒരു ഓർമ്മയുണ്ട്. ഉണ്ടാവും. ഉണ്ടായില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആണുങ്ങൾ പെണ്ണെന്ന് കണ്ടാൽ പോരെ മൂക്കും കുത്തി വീഴാൻ? നല്ല അസൂയയുണ്ടല്ലോ. സിദ്ധാർത്ഥ് ചെറുചിരിയോടെ ചോദിച്ചു. അസൂയയോ? ആരോട്? എന്തിന്? നദി സൗന്ദര്യമുള്ളവളാണെന്ന് നീ സമ്മതിച്ചല്ലോ. അപ്പോൾ പിന്നെ ഈ കാണിച്ചതെല്ലാം അസൂയയല്ലാതെ പിന്നെന്താ? എനിക്കവളുടെ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും അറിയണ്ട. അസൂയയാണെങ്കിൽ അസൂയ, അങ്ങനെ തന്നെ കരുതിക്കോ. എനിക്ക് കാർത്തി സാറിനെ എൻ്റേത് മാത്രമായി കിട്ടണം. മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം അറുത്തു മാറ്റണം. ഓക്കെ, അറുത്തു മാറ്റാം. നദിയെ തൽക്കാലം നമുക്ക് ഒരിടത്തേക്ക് മാറ്റി നിർത്താം. പാവം വന്നിട്ടല്ലേ ഉള്ളൂ. അവളെക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഉപദ്രവമൊന്നുമില്ല. പിന്നെ ചിലങ്ക, അവളെ നിൻ്റെ പാതയിൽ നിന്നും വെട്ടിമാറ്റി തരുമെന്ന് നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടി നടപ്പിലാക്കി കഴിഞ്ഞു. എങ്ങനെ? ചിലങ്കയ്ക്കായുള്ള ഒരു കല്യാണാലോചന പ്രതാപ്ജിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതായത് ചൂണ്ടയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ജി ചൂണ്ടയിൽ കൊത്തുമോ? യമുനക്ക് സംശയം. കൊത്താതിരിക്കാൻ കാരണമൊന്നും കാണുന്നില്ല. തീർച്ചയായും കൊത്തും. ചിലങ്കയുടെ കല്യാണം നടക്കുകയും ചെയ്യും. കാർത്തിയേട്ടൻ ഇടങ്കോലിട്ടാലോ? അയാൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതൊരു ഗെയിം ആണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വെൽ പ്ലാനിങ്ങോട് കൂടിയാണ് ഞാനിത് നടപ്പിലാക്കുന്നത്. എന്നാലും എന്നോടൊന്ന് പറയൂ സിദ്ധുവേട്ട, അവൾക്ക് പണി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് അറിയട്ടെ. അവളുടെ മുഖത്ത് ആവേശം നിറഞ്ഞു നിന്നു. അതൊന്നും ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല യമുനെ. എങ്ങാനും വല്ല പൊട്ടും പൊടിയും കാർത്തിക് സാറിൻ്റെ ചെവിയിലെത്തിയാൽ അതോടെ ഞാനും നീയും തീർന്നു. അറിയരുത്. അറിയാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിലാണ് മിടുക്ക്. ഡീൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ കാര്യം നടന്നാൽ നീ എനിക്ക് എന്ത് തരും? അവൻ കണ്ണു ചുരുക്കി യമുനയെ നോക്കി. എൻ്റെ വഴിയിൽ നിന്നും ചിലങ്കയെ വെട്ടിമാറ്റി ഞാനും കാർത്തിയേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ സിദ്ധുവേട്ടന് യമുന തരും. വാക്ക്. 10 ലക്ഷമോ? അവൻ്റെ കണ്ണു മിഴിഞ്ഞുപോയി. എന്തേ 10 ലക്ഷം എന്ന് സിദ്ധുവേട്ടൻ ആദ്യമായി കേൾക്കുവാണോ? അവൾ പുച്ഛിച്ചു. 10 ലക്ഷം എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുമുണ്ട്, ചിലപ്പോഴൊക്കെ കണ്ടിട്ടുമുണ്ട്. ഇവിടെ അതല്ലല്ലോ പ്രശ്നം. 10 ലക്ഷം തരാൻ മാത്രം നിൻ്റെ കയ്യിലെവിടുന്ന അത്രയും പണം? എൻ്റെ കയ്യിലെ പണത്തിൻ്റെ അളവ് സിദ്ധുവേട്ടൻ്റെ കയ്യിലാണോ? ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാ. കാർത്തിയേട്ടൻ നിയമപരമായി യമുനയ്ക്ക്
സ്വന്തമാകുന്ന നിമിഷം സിദ്ധുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ക്രെഡിറ്റായി കഴിഞ്ഞിട്ടുണ്ടാകുന്നു. നിശ്ചയദാർഢ്യത്തോടെ പറയുന്നവളെ ഒരു നിമിഷം നോക്കിയിരുന്നു സിദ്ധു. അവൻ്റെ മനസ്സിലപ്പോൾ കണക്കുകൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സിദ്ധുവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. 10 ലക്ഷം എന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചിലങ്കയുടെ കല്യാണം കഴിഞ്ഞാൽ 5 ലക്ഷം, നിൻ്റെയും കാർത്തിക് മഹാദേവൻ്റെയും കല്യാണം നടന്നാൽ ബാക്കി 5 ലക്ഷം. എനിക്ക് സമ്മതം. ചിലങ്കയുടെ കല്യാണം നടന്നാൽ 3/4 ഭാഗം പണവും തരാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ 2 മാസത്തിനുള്ളിൽ ആ കല്യാണം നടന്നിരിക്കും. അതിനു മുൻപ് അഡ്വാൻസായി കുറച്ച് പണം തരേണ്ടി വരും. അത് പറ്റുമോ യമനക്ക്? പറ്റും. പ്ലാൻ എന്താണെന്ന് എന്നോട് പറഞ്ഞു തരണം. വെറുതെ പറഞ്ഞാൽ പോരാ, എനിക്കത് ബോധ്യപ്പെടണം. എങ്കിൽ സിദ്ധുവേട്ടൻ ചോദിച്ച പണം ഞാൻ തരും. എങ്കിൽ വൈകുന്നേരം 6 മണിക്ക് നടാശയിൽ വാ. ഞാൻ തെളിവ് സഹിതം അവിടെ ഹാജർ വയ്ക്കാം. ഓക്കെ, അപ്പോൾ വൈകിട്ട് നടാശയിൽ കാണാം. അതും പറഞ്ഞുകൊണ്ട് യാത്ര പോലും പറയാതെ യമുന പുറത്തേക്ക് ഇറങ്ങിപ്പോയി. യമുന പോയതും സിദ്ധു ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. പെട്ടെന്ന് തന്നെ അപ്പുറത്തു നിന്നും ഹലോ കേട്ടു. ദത്ത, സിദ്ധുവാണ്. പറയടാ. അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നിൻ്റെ അച്ഛന് സംശയമൊന്നുമില്ലല്ലോ? പണിക്കർ നമ്മളെ ചതിക്കാഞ്ഞാൽ മതി. എത്രയും വേഗം എൻ്റെ വിവാഹം നടത്തണം എന്ന വാശിയിലാണ് അച്ഛനും അമ്മയും. ഞാൻ നിൻ്റെ വാക്കും കേട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരുന്നാൽ നിന്നെ കൊന്ന് ഞങ്ങളും ചാവും. ദേവദത്തനാണ് പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ദത്ത. എൻ്റെ പ്ലാൻ നിനക്ക് ഞാൻ വ്യക്തമാക്കി തരാം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടാശ റെസ്റ്റോറൻറ്റിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടാകും. ശരി. അപ്പുറത്ത് ഫോൺ വെച്ചും സിദ്ധുവിൻ്റെ മുഖത്ത് കൊലച്ചിരി വിടർന്നു. ഞാൻ കരുക്കൾ നീക്കുന്നത് മുഴുവൻ എനിക്ക് ജയിക്കാനാണ് ദത്ത. ആ കളിയിൽ നീ പരിശ്രമിച്ചാൽ നിനക്കും ജയിക്കാം. അത് നിൻ്റെ കഴിവ് പോലിരിക്കും. കുടിലത നിറഞ്ഞ ഭാവത്തിൽ സിദ്ധു മേശയിൽ ആഞ്ഞടിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.